ചിരപുരാതനമായിട്ടുള്ള വെനീസിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഷേക്സ്പിയർ തൻ്റെ വെനീസ് ഇൻ ദ മർച്ചൻ്റ് ഓഫ് വെനീസിലൂടെ വെനീസിനെ വിഖ്യാതമാക്കിയെന്ന് പറയുവാനല്ല, മറിച്ച് വെനീസ് എന്ന വിഖ്യാതമായ നഗരം ഷേക്സ്പിയറിലൂടെ വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു. ഇവിടെ അതിസുന്ദരമായ ഈ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യവും ആളുകൾ പ്രകൃതിയോട് കാണിക്കുന്ന ആ ഒരു അടുപ്പവുമാണ്. തോമസ് മാൻ, ഷെല്ലി, നീഷെ എന്നിവരൊക്കെ ഇവിടുത്തെ സൗന്ദര്യത്തെക്കുറിച്ച് വാചാലമായിട്ട് എഴുതിയിട്ടുണ്ട്. തോമസ് മാൻ്റെ ഡെത്ത് ഇൻ വെനീസ് എന്ന നോവലിൽ മനുഷ്യൻ്റെ നശ്വരതയെക്കുറിച്ചും കാലത്തിനതീതമായ കലയുടെ അനശ്വരതയെക്കുറിച്ചുമുള്ള കുറിപ്പുകളാണ് നിറഞ്ഞ് നിൽക്കുന്നത്. ലാ ദൊമിനാന്തെ, ലാ സെറനീസുമ എന്നൊക്കെ വെനീസിനെ ആളുകൾ വിളിക്കുന്നു. കാരണം അത്രയ്ക്ക് ഡൊമിനേറ്റിംഗ് ആയിരുന്നു, അത്രയ്ക്ക് നിശബ്ദതയുടെ സൗന്ദര്യം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരിടമായിരുന്നു വെനീസ്. നമ്മളെയും ഇപ്പോൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കടകളിലൊക്കെ പഴയ സാധനങ്ങൾ നമ്മെ ആകർഷിച്ചുകൊണ്ട് നിരന്ന് നിൽക്കുന്നുണ്ട്. ഇവയെല്ലാം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷവും വല്ലാത്തൊരു ആഹ്ലാദവും നിറഞ്ഞ് കവിഞ്ഞ് വരുന്നുണ്ട്. വലിയൊരു കാഴ്ചയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. 118 ദ്വീപുകളും 400 ബ്രിഡ്ജുകളും നിറഞ്ഞിരിക്കുന്ന വെനീസ് ആളുകൾ മുഴുവൻ, ലോകഹൃദയത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ട് ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെ ഒരു സഞ്ചാരം നടത്തുക എന്നുള്ളത് സ്വപ്ന സദൃശമായ കാര്യമായിട്ടാണ് പലരും കാണുന്നത്. ഇവിടുത്തെ പഴഞ്ചൻ കെട്ടിടങ്ങളും പഴമയെ തൊട്ടെടുക്കാവുന്ന സൗന്ദര്യ തികവുള്ള അന്തരീക്ഷവും ഇവിടുത്തെ ജലയാത്രയും എല്ലാം ആളുകളെ വല്ലാതെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് സാഹിത്യകാരന്മാർക്ക് നിരന്തര പ്രചോദനമേകിയ സിറ്റി ഓഫ് മിറേഴ്സ്, സിറ്റി ഓഫ് റിവേഴ്സ്, സിറ്റി ഓഫ് ബ്രിഡ്ജ്, ഇവിടെ വന്നെത്തി നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ കവിത കുറിക്കുവാനും ചിന്തകളുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാനുമേ സാധിച്ചിട്ടുള്ളൂ. അത്രയ്ക്ക് സുന്ദരമാണ് ഈ ഇടം. ഒരു ജലയാത്ര ആളുകളുടെ വല്ലാത്ത സ്വപ്നമാണ്. ഈ ജലയാത്രയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ടല്ലോ. വാപ്പൊറേത്തി എന്ന പേരിലുള്ള വാട്ടർ ബസ്സുകളും 400-ലേറെ നൗകകളും ഇവിടെയുണ്ട്. വെനീസ് അതിൻ്റെ വലിയ ഔന്നത്യത്തിൻ്റെ ഉച്ചിയിൽ നിൽക്കുന്ന കാലത്ത് 8,000 മുതൽ 10,000 വരെ നൗകകൾ ഇവിടെ ഉണ്ടായിരുന്നത്രേ. ഇപ്പോൾ അങ്ങിങ്ങ് ട്രഗേത്തി എന്ന പേരുള്ള വലിയ നൗകകളും കാണാം. നമ്മൾ ലോർഡ് ബൈറൻ്റെ കവിത ഓർത്തുപോകുന്നു. നാവിഗേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ ഫെയ്ഡിങ് ഡ്രീം വേൾഡ്. ഒരു സ്വപ്ന ലോകത്തിലേക്ക്, മങ്ങിത്തുടങ്ങുന്ന ഏതോ ഒരു സ്വപ്ന ലോകത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. ലോങ്ഫെല്ലോ വൈറ്റ് ഫാൻറ്റം സിറ്റി എന്ന് വെനീസിനെ വിളിച്ചു. പെട്ടെന്ന് ഞാൻ ONV കുറിപ്പിൻ്റെ വരികളും ഓർത്തുപോയി. നമ്മൾ കിനാവുകൾ കാണുന്നു, നമ്മെ കിനാവുകൾ കൈപിടിച്ചെങ്ങോ നടത്തുന്നു, ഇനിയും തുടരുന്ന നീളുന്ന യാത്രതൻ ഇടവേളകളെ സംഗീത മധുരമാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്വപ്ന സദൃശമായ ഈ യാത്രയ്ക്ക് നന്ദി. ഇതിലൂടെ യാത്ര സഞ്ചരിക്കുമ്പോൾ ഷെല്ലി എഴുതിയതുപോലെ സ്വർഗത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഒരുപക്ഷെ ആളുകൾക്കുണ്ടായെന്നും വരാം. വെനീസ് അതിപുരാതന സൗന്ദര്യത്താൽ നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സൗന്ദര്യത്തെ അത് തൊട്ടുകൊണ്ടേയിരിക്കുന്നു. റിനൈസൻസ് അത്ഭുതമായ സെയിൻറ്റ് മാർക്കിൻ്റെ കത്തീഡ്രലാണിത്. 1496 പണി തുടങ്ങി 1499 പണി തീർക്കപ്പെട്ട അതിസുന്ദരമായ, നമ്മുടെ സാധാരണ സങ്കല്പങ്ങൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു പള്ളി. ഈ പള്ളി വെനീസിൻ്റെ കേന്ദ്ര പള്ളിയായിട്ട്
ചരിത്രങ്ങളായിട്ട് നിലകൊള്ളുന്നു. 1496, 1506, വെനീഷ്യൻ റിനൈസാൻസിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ് ഈ പള്ളി. ഈ പള്ളി പണിക്കഴിക്കപ്പെട്ടത് 1496-നും 1499-നും ഇടയ്ക്കാണ്. ശില്പവാസ്തുകലയുടെ ഏറ്റവും മകുടോദാഹരണമായിട്ട് ഇത് നിലകൊള്ളുന്നു. നിറയെ അതിപ്രശസ്തരായ ചിത്രകാരന്മാരുടെ മ്യൂറൽസും ചിത്രങ്ങളും പള്ളിയെ അലങ്കരിക്കുന്നുണ്ട്. ഈ പള്ളി പരിസരത്ത് തന്നെ അലൗകികമായ സൗന്ദര്യത്തിൻ്റെ ചമയങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അഴകാഴങ്ങളുള്ള ഈ പള്ളി ഒരിക്കലും മായാത്ത മുദ്ര നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കുന്നുമുണ്ട്. സുവർണ ദേവാലയം എന്നാണ് ഈ ദേവാലയം അറിയപ്പെട്ടിരുന്നത്. കാരണം 86,000 സ്ക്വയർ ഫീറ്റ് നീളത്തിൽ ഗോൾഡ് ക്ലാസ് മൊസൈക്സ് നിറഞ്ഞിരിക്കുകയാണ്. പാല ദി ഓറോ എന്ന പേരിലുള്ള റെലിക്ക് ആകർഷിക്കപ്പെട്ട ഒന്നാണ്. 1900 പ്രഷ്യസ് സ്റ്റോൺസ് ഇതിൽ നിറഞ്ഞിരിക്കുന്നു. ബ്രോൺസ് ഹോഴ്സസ് ആണ് മറ്റൊരു ആകർഷണ ഘടകം. ഇവയെല്ലാം പല പ്രാവശ്യം ആക്രമിക്കപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു. എന്നിട്ട് ഇപ്പോഴും ആദിമ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് ഇവ നിലനിൽക്കുന്നു. കുരിശുയുദ്ധ സമയത്ത് ഇവിടെയുള്ള ഒരുപാട് സ്വർണവും രത്നങ്ങളും അമൂല്യ ശേഖരങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ആക്രമിക്കപ്പെട്ട് വീണ്ടും റിസ്റ്റോർ ചെയ്യപ്പെട്ട് ഇപ്പോഴും സൗന്ദര്യത്തിൻ്റെ വലിയ ഒരു കേന്ദ്രമായിട്ട് ഈ ബസിലിക്ക നിലകൊള്ളുന്നു. വെനീസ് എന്ന അത്ഭുത നഗരത്തിൽ നിന്നും മഹാ അത്ഭുതങ്ങളുടെ മറ്റൊരു നഗരത്തിലേക്ക്, സ്വപ്ന സദൃശമായ സൗന്ദര്യം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മിലാൻ എന്ന നഗരത്തിലേക്ക് നമുക്ക് യാത്രയാകാം. മിലാൻ കത്തീഡ്രലിന് മുമ്പിലാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഗോതിക് ശില്പകലയ വൈദഗ്ധ്യത്തിൻ്റെ മുന്നിലാണ് അമ്പരപ്പോടുകൂടി ഞാൻ നിൽക്കുക. വർണ്ണവും വെളിച്ചവും വാരി വിതറി അഭൗമികമായ സൗന്ദര്യത്തോടുകൂടി നിലകൊള്ളുന്ന ദേവാലയം. ഇതിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ തന്നെ കലയും ആത്മീയതയും ഒരുമിച്ച് ചേർന്ന് അതിസുന്ദരമായ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അമ്പരപ്പോടെ അല്ലാതെ ഈ പുരാതന ദേവാലയത്തെ നമുക്ക് നോക്കി കാണുവാൻ സാധിക്കില്ല. ഏറ്റവും വലിയ പ്രത്യേകത, ഈ ദേവാലയം രൂപപ്പെടുത്തിയെടുക്കുവാൻ 600 വർഷങ്ങൾ എടുത്തു. 14-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് പിന്നെ 6 നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇതിൻ്റെ പണി പൂർത്തിയായി. ഇവിടെ ആളുകൾ സദാസമയവും തിങ്ങിക്കൂടുന്നുണ്ട്. എങ്കിലും രാത്രി നേരങ്ങളിൽ ഈ ദേവാലയത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഏറ്റവും സുന്ദരമായ ഒരനുഭവമാണ്. വെനീസ് ഇറ്റലിയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലമാണ്. ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് മിലാൻ. മിലാൻ്റെ അതിഗാംഭീര്യ പ്രൗഢഭാവങ്ങൾ അപ്പാടെ ഒപ്പിയെടുത്ത ഒന്നാണ് ഈ കത്തീഡ്രൽ പള്ളി. മിലാൻ എന്ന് പറയുമ്പോൾ ഫാഷൻ്റെ വേൾഡാണ്. ഏറ്റവും ഉയരത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങളുള്ളത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ആകർഷകത്വം നിറഞ്ഞു നിൽക്കുന്ന, കലാപരമായി ഏറ്റവും ശ്രേഷ്ഠതയും ഔന്നത്യവും പുലർത്തുന്ന നിരവധി
കെട്ടിട സമുച്ചയങ്ങൾ ഇവിടെയുണ്ട്. എല്ലാം കാഴ്ചക്കാരെ ഔന്നത്യത്തിലേക്കും ആത്മീയതയുടെ ഉത്തംഗ ശൃംഗങ്ങളിലേക്കും ഉയർത്തുന്നു. മിലാൻ ടൂറിസ്റ്റുകളുടെ പറുദീസയായി മാറുന്നത് അത്രയ്ക്കേറെ വിരുന്നുകൾ ഈ ഊട്ടുശാലയിൽ നിറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ വരുന്ന കാഴ്ചക്കാർക്ക് ഹൃദയപൂർവ്വം എല്ലാം സൗന്ദര്യവും ആത്മീയതയും അനുഭവിച്ചറിയാൻ വരുന്നവർക്ക് മിലാൻ ഒരു ഊട്ടുശാലയാണ്. ഒരിക്കലും വിളമ്പിത്തീരാത്ത ഊട്ടുശാല, വിരുന്നൊഴിയാത്ത ഊട്ടുശാല. ഈ ഊട്ടുശാലയിൽ ഈ വൈകുന്നേരം വന്നു നിൽക്കുമ്പോൾ കണ്ണു നിറയുന്നു, ഉള്ളു നിറയുന്നു. ഹൃദയം ആകാശത്തോളം വിശാലമായി മാറുന്നു. വീണ്ടും ആകാശത്തിലേക്ക് കണ്ണുകളുയർത്തി പറഞ്ഞു പോകുന്നു, ദിയോ ഗ്രാസിയ, ദൈവമേ നന്ദി. മനുഷ്യൻ കൈകൂപ്പി നിൽക്കുന്നത് ദൈവത്തിനു മുമ്പിലാണ്. അതിനുശേഷം പിന്നെ കൈകൂപ്പുന്നത് ഉദാത്തമായ കലാസൃഷ്ടികളുടെ മുമ്പിലാണ്. ഉദാത്തമായ കലാസൃഷ്ടികളുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കലാവൈഭവത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ദൈവം തൊട്ടതാണല്ലോ മനുഷ്യൻ. മനുഷ്യൻ തൊട്ടതിലെല്ലാം ദൈവികത വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്പർശം അവന് കടമായി കിട്ടണം. ഇവിടെ നിറഞ്ഞുകൂടി നിൽക്കുന്ന മനുഷ്യർ, പല നാട്ടുകാർ, പല ഭാഷക്കാർ, പല സംസ്കാരത്തിൽ നിന്ന് വന്നവർ. ഇവിടുത്തെ ഈ സംസ്കാരത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നായി മാറുന്നു. മിലാനോട് വിട പറയുമ്പോൾ ഇത്രയും നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഈ വിഖ്യാതരായ കലാകാരന്മാർക്കും ഈ നാടിനും ഈ മണ്ണിനും നന്ദി പറയുന്നു. ഒപ്പം കലാകാരന്മാരുടെ കലാകാരനായ ദൈവത്തിന് നന്ദി. ദിയോ ഗ്രാസിയ.